സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ നിർണായകമാകുന്നു. കഴിഞ്ഞ 10 വർഷമായി CPM ഭരണത്തിലിരിക്കുന്ന തൃശൂർ ജില്ലയിലെ മണലൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ശക്തമായ രാഷ്ട്രീയ മാറ്റത്തിനുള്ള സാധ്യത ഉയരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുള്ള മുന്നൊരുക്കങ്ങൾ മണ്ഡലത്തിൽ കടുത്ത രാഷ്ട്രീയ മത്സരത്തിന് വഴിയൊരുക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും സജീവ രാഷ്ട്രീയ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് സുശീൽ ഗോപാലിന് കോൺഗ്രസ് സീറ്റ് നൽകാനുള്ള തീരുമാനമാണ് മണ്ഡലത്തിലെ UDF പ്രവർത്തകർക്കിടയിൽ പുതുജീവൻ നൽകുന്നത്. 2010 മുതൽ 2014 വരെ മണലൂർ മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന അദ്ദേഹം 2017 മുതൽ മണലൂർ ബ്ലോക്കിൽ KPCC വിചാർ വിഭാഗ് ചെയർമാനായി പ്രവർത്തിച്ച് സംഘടനാ തലത്തിൽ ശ്രദ്ധേയമായ സാന്നിധ്യം പുലർത്തിയിട്ടുണ്ട്. യുവത്വവും സംഘടനാ പരിചയവും മുന്നിൽ വെച്ചാണ് അഡ്വക്കേറ്റ് സുശീൽ ഗോപാലിന് മുൻതൂക്കം ലഭിച്ചതെന്നാണ് UDF വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇപ്പോൾ മണ്ഡലത്തിലെ സിറ്റിംഗ് MLA CPMലെ മുരളി പെരുന്നെല്ലിയാണ്. എന്നാൽ ഇത്തവണ CPMനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. CPM ജില്ലാ സെക്രട്ടറി അംഗമായ TV ഹരിദാസിനെയും മുൻ വിദ്യാഭ്യാസ മന്ത്രി K രവീന്ദ്രനെയും LDF പരിഗണിക്കുന്നതായി സൂചനകളുണ്ട്. ഇതിനിടെ NCP തൃശൂർ മുൻ ജില്ലാ പ്രസിഡന്റായിരുന്ന AV വല്ലഭന് നിയമസഭാ സീറ്റ് നൽകാമെന്ന വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ CPMുമായി ഉണ്ടായ ധാരണയുടെ ഭാഗമായി അദ്ദേഹം പാർട്ടിയിൽ ചേർന്നിരുന്നു. എന്നാൽ ഈ നീക്കത്തിനെതിരെ CPMനുള്ളിലെ ഒരു വിഭാഗം അണികൾ രംഗത്ത് വന്നതോടെ പാർട്ടിക്കുള്ളിൽ അഭിപ്രായ ഭിന്നതകൾ ശക്തമായിട്ടുണ്ട്. ഇത് സ്ഥാനാർത്ഥി നിർണയത്തിൽ CPMന് കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നതായാണ് വിലയിരുത്തൽ. അതേസമയം മുൻ MPയും MLAയുമായിരുന്ന TN പ്രതാപൻ, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ എന്നിവരെയും UDF സാധ്യതാ സ്ഥാനാർത്ഥികളായി പരിഗണിച്ചിരുന്നുവെങ്കിലും മാറ്റത്തിന്റെ പ്രതീകമായി യുവ നേതാവിനെ രംഗത്തിറക്കണമെന്ന രാഷ്ട്രീയ കണക്കുകൂട്ടലിലാണ് അഡ്വക്കേറ്റ് സുശീൽ ഗോപാലിന് മുൻഗണന ലഭിച്ചതെന്ന് സൂചനയുണ്ട്. BJPയും മണ്ഡലത്തിൽ ശക്തി പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. ഉല്ലാസ് ബാബുവിനെയും രാധാകൃഷ്ണനെയും സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നുണ്ടെങ്കിലും നിലവിലെ രാഷ്ട്രീയ പ്രവണത UDFന് അനുകൂലമാണെന്ന വിലയിരുത്തലാണ് ശക്തമാകുന്നത്. സംസ്ഥാന തലത്തിൽ UDFന് ലഭിച്ചുവരുന്ന ജനപിന്തുണയും മണ്ഡലത്തിൽ 10 വർഷമായി തുടരുന്ന CPM ഭരണത്തിനെതിരായ അസംതൃപ്തിയും ചേർന്നാൽ ഇത്തവണ മണലൂരിൽ മാറ്റത്തിനുള്ള സാധ്യത കൂടുതലാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ അഡ്വക്കേറ്റ് സുശീൽ ഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം UDFന് വിജയ സാധ്യത ഉയർത്തുന്ന ഘടകമായി മാറുന്നുവെന്നതാണ് പൊതുവായ വിലയിരുത്തൽ.